ഇന്ന് ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവ എന്നാൽ കേവലം ഒരു വന്യമൃഗം മാത്രമല്ല, നമ്മുടെ നദികളുടെയും കുടിവെള്ളത്തിന്റെയും വനവ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രതീകമാണ്. കടുവകൾ സുരക്ഷിതരായ കാടുകൾ മാത്രമാണ് ഭൂമിയുടെ ഭാവി ഉറപ്പു നൽകുന്നത്. ഒന്നര നൂറ്റാണ്ട് മുമ്പ് 1,00,000-ലേറെ കടുവകളുടെ ഗർജനം കൊണ്ട് വിറച്ച വനാന്തരങ്ങൾ. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് മുന്നിൽ ആ രാജകീയ സാന്നിധ്യം വെറും 3000-ലേക്ക് ചുരുങ്ങിപ്പോകാൻ അധിക കാലം വേണ്ടി വന്നില്ല. വംശനാശത്തിന്റെ വക്കിൽ നിന്നും കടുവകളെ തിരിച്ചുപിടിക്കാൻ 2010-ൽ ലോകം ഒന്നിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു ദിനാചരണം മാത്രമായിരുന്നില്ല, മറിച്ച് കാടിനോട് മനുഷ്യൻ ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള ഒരു വീണ്ടെടുപ്പ് ദൗത്യം കൂടിയായിരുന്നു. 1973-ൽ തുടക്കമിട്ട പ്രോജക്ട് ടൈഗർ ലോകത്തിനു മുൻപിൽ ഭാരതം ഉയർത്തിപ്പിടിച്ച പ്രതിജ്ഞയായിരുന്നു. 9 കടുവാ സങ്കേതങ്ങളിൽ നിന്ന് തുടങ്ങിയ പോരാട്ടം ഇന്ന് 55-ലധികം കേന്ദ്രങ്ങളിലായി 3600-ലേറെ കടുവകളുടെ താവളമായി മാറി. ലോകത്തിലെ ആകെ കടുവകളുടെ 75% ഇന്ന് ഭാരതത്തിന്റെ മണ്ണിൽ സ്വതന്ത്രമായി ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഓരോ വനപാലകന്റെയും വിയർപ്പും ആധുനിക സാങ്കേതിക വിദ്യയുടെ കൈകോർക്കലുമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കടുവയെ സംരക്ഷിക്കണം? ഉത്തരം ലളിതമാണ്. കടുവ നടക്കുന്ന വഴികളിൽ മാത്രമാണ് കാട് അതിജീവിക്കുന്നത്. ആ കടുവ സുരക്ഷിതമായി ജീവിക്കുന്ന കാടെന്നാൽ അവിടെ കോടിക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പിറവിയെടുക്കുന്നു എന്നാണ് അർത്ഥം. കടുവ കാടിന്റെ കാവലാളാണ്, കാട് മനുഷ്യന്റെയും. ന്യൂസ് ഡെസ്ക് ജനം.